നമ്മളെല്ലാം വളരെ ടെൻഷനിലാണ്, വളരെ ജോലി ഭാരമേറിയ ഏതൊരു ആളുകളെ അദ്ദേഹം കൈകാര്യം ചെയ്യണം, പല ആളുകളെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് കുറെ കൂടി ടഫായിട്ട് നമ്മളുടെ പറയുമ്പോൾ പോലീസ് ഇത്തിരി വലിയ പാടാണ്. നമ്മൾ രാവിലെ ഇദ്ദേഹം പറഞ്ഞ പോലെ രാവിലെ വിചാരിച്ചിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാം എന്നൊരു കൃത്യത വെച്ചിട്ട് വരുന്ന ഒരു ജോലി വിഭാഗമല്ല പോലീസ് പലപ്പോഴും. നമ്മൾ അതനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് മാറുകയാണ്. പക്ഷെ അങ്ങനെ സമയത്തിനനുസരിച്ച് മാറിയാൽ നമ്മളുടെ മനസ്സിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ക്ലാസ് കൊണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. നമുക്കത് വളരെ രസകരമായി അല്ലെങ്കിൽ സന്തോഷത്തോടെ ചെയ്തു തീർക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു നല്ല ചിന്ത കടത്തിവിട്ട അദ്ദേഹത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കൊച്ചി സിറ്റിയിൽ ഇന്നിപ്പോ മഹാരാജാസിൽ പോയി തല്ലോളൊക്കെ സമയമാണ്. അവിടെ മാർച്ച് കിടക്കുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് റിലാക്സേഷൻ കിട്ടിയ കുറച്ച് ആൾക്കാർ നമ്മൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവിടുത്തെ മാർച്ച് കുട്ടിയുടെ ആ ഒരു കൺജഷൻ ആ ഒരു ടൈമിൽ നിൽക്കുവാണ്. അപ്പൊ അതിന് റിലാക്സേഷൻ നമുക്ക് പൂർണ്ണമായിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു കോഴ്സ് നമുക്ക് ഒരാഴ്ചയിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാം. കാരണം ഈ ഒരു റിലാക്സേഷൻ നമുക്ക് മൊത്തത്തിലെന്നാണ് എനിക്കും തോന്നുന്നു. കുറച്ച് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് വൈബ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡാൻസ് കളിക്കാതെ നമ്മൾ ഡാൻസ് കളിച്ചു, പാട്ട് പാടുന്ന ആൾക്കാരെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടാവും. നമ്മൾ ഈ ക്ലാസ് നല്ലോണം ആസ്വദിക്കുകയും ചെയ്യും. സത്യത്തില് മറ്റു ഡിപ്പാർട്ട്മെന്റിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഫേംസിലാണ് കൂടുതൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഞാൻ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇൻസ്പിറേഷൻ ക്ലാസ്സുകൾ ഒത്തിരി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നല്ലതായിരിക്കും തോന്നുന്നു. രാവിലെ വന്നപ്പോൾ സ്ട്രെസ് ഒന്നുമില്ല. കാരണം രാവിലെ വന്നപ്പോൾ കുറെ ഡ്യൂട്ടി ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ വനിതാ സ്റ്റേഷനിൽ SHO ആയിരുന്നു. അപ്പോൾ വനിതകളുടെ സ്റ്റേഷനിലെ കാര്യങ്ങൾ അറിയായിരിക്കും. അവരൊന്നും ഓരോ ഡ്യൂട്ടിക്ക് പറഞ്ഞു പഠിച്ച് ബുദ്ധിമുട്ടുണ്ട്. അവരിവിടെ വന്നിരുന്നിട്ട് ഞാൻ അവരുടെ ഡ്യൂട്ടിക്ക് പറഞ്ഞുള്ള തിരക്കിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ റിലാക്സ് ആയ സത്യത്തിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്തായാലും സാർ താങ്ക് യു സോ മച്ച്. ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തൊഴിലാണ്. രാവിലെ 8 മണിക്ക് വന്നാൽ വൈകുന്നേരം പോകുന്നതും വരെ ടെൻഷൻ ആയിരിക്കുള്ളൂ. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് എങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്ത് പണിയെടുക്കാം. ഓരോ തൊഴിൽ എങ്ങനെ പ്രൊഫഷൻ നമുക്ക് കിട്ടിക്കുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം വർക്കാം. അതെങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എങ്ങനെ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഇന്നത്തെ പല വീഡിയോയിൽ കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പോലീസിന്റെ പണി പോലും നമുക്ക് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ക്ലാസ് അദ്ദേഹം എടുത്തു. ഏതായാലും ഇങ്ങനെ ടെൻഷൻ റിലാക്സ് ചെയ്ത് ഒരു ദിവസം നല്ല ക്ലാസ് തന്ന ബഹുമാനപ്പെട്ട സുധീർ മേനോൻ സാറിന് എന്റെ C ഗ്രൂപ്പിന്റെ പേരിൽ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഔദ്യോഗിക ജീവിതത്തിന്റെയും കൃത്യനിർവഹണത്തിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഒരു പകുതി ദിവസമെങ്കിലും വളരെ ഫ്രീ ആയിട്ട് ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് പറയുന്നതെന്ന് ശ്രീ സുധീർ മേനോൻ സാറിന് A ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് നമ്മുടെ മനസ്സിലെ വളരെ ശക്തമായ രീതിയിൽ പകർന്നു തന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു ദിവസത്തിന്റെ പകുതി നമ്മളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പക്ഷെ അതിനകത്തുനിന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പ്രൊഫഷണലുകളാണ് അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലിടവും പ്രൊഫഷണലിസം